എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മീഡിയ എല്ലാവർക്കും അതിന് നന്ദി പറയുന്നു. മലയാളി ഫിലിം ഇന്ത്യ നാളെ ഇറങ്ങിയാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയാണ്. മലയാളി എന്ന ടൈറ്റിലൊരു സിനിമ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും കിട്ടുന്നതല്ല. എൻ്റെ കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ വിജയ് പറഞ്ഞു, ഷാരിസെല്ലാം പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. അവൻ്റെ ലൈഫും അവൻ്റെ വീടും കുടുംബവും ചെറിയ പ്രണയവും കൂട്ടുകാരും നാട്ടുപുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്നു പോകുന്ന എല്ലാ ഇമോഷൻസിലൂടെയും ഈ സിനിമയിൽ ക്യാരക്ടറായ ഗോപി കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സിനിമ കണ്ടിട്ടും സിനിമ രസമായിട്ട് വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. നാളെ ഇറങ്ങാൻ പറ്റുള്ള എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു. ആദ്യം അനൗൺസ്മെന്റ് ഫീസ് വന്നപ്പോൾ പിന്നെ പാട്ട് വന്നപ്പോൾ ഇതിന് ആ സ്പേസിൽ കണ്ടതിന്റെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പറഞ്ഞ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ വേറൊരു രൂപം സിനിമയുടെ കിട്ടുന്നുണ്ട്. അപ്പൊ നിവിനെ സംബന്ധിച്ച് ഈ സിനിമ കഥ കേൾക്കുമ്പോഴുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? എന്താണ് എസ് പറയുന്നത്? ഈ സിനിമ ചെയ്യാനാണോ? ഈ സിനിമ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥയായിരുന്നു. ആ ക്യാരക്ടർ ആൽപ്പർബിൽ ഗോപി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. എനിക്ക് അത്ര ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഒരു നാട്ടുപുറം അവിടെ കുറച്ച് സുഹൃത്തുക്കൾ ഒരു അവിടെ കളിച്ചിരിച്ച് നടക്കുന്ന വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്തവർ അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ്. അതുപോലെ എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത് കഥ ഇത്തിരി കുറച്ചുകൂടി നല്ല സ്ട്രോങ് കഥയാണ്. അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല, തമാശ പരിപാടിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എന്നാലൊരു നേരത്തെ പറഞ്ഞ ഈ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി. അതാണ്. നോർമലി വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സമയത്ത് തന്നെ നിവിൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ വേറെ ലെവൽ ആളുകൾ ഇങ്ങനെ ഒരാളെയാണ് കാത്തിരുന്നത്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പെർഫോമൻസ് ആയാലും അങ്ങനെ തന്നെ എന്നെ ട്രോളാൻ ഞാൻ മതി എന്നുള്ള ലെവലിലുള്ള പെർഫോമൻസ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മറ്റുള്ളവർ കളിയാക്കുന്നതായാലും സന്ധ്യക്കായാലും അങ്ങനെ ഒരു ഇതാവും പ്രതിഷേധം പോലെ ആയിരുന്നു. വേറെ ആരും വേണ്ട, എന്നെ ട്രോളാൻ ഞാൻ മതി അങ്ങനെ ഇതാവും. അതെല്ലാം മറ്റേ വിനീതിൻ്റെ ഐഡിയയാണ്. എൻ്റെ ഒരു പങ്കുമില്ല. അല്ലേ, വിനീത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഒളിച്ചോടിയുടെ കാര്യമില്ല. എനിക്ക് തോന്നുന്നു വിനീത് അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിൻ്റെ ഭാഗത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു. അപ്പം അത് ചെയ്തതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു റിസപ്ഷനൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. അതൊരു ജസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി. എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ കൊൽക്കട്ടയിലായിരുന്നു. ഇതിങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, അതിനാണ് എത്താൻ പറ്റിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്. പക്ഷെ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം വന്ന് തിയേറ്ററിലെല്ലാം കൈയ്യടി നേടിയ ഏറ്റവും കൂടുതൽ കൈയ്യടി നേടിയ ഒരാളാണ് വിനീതേട്ടൻ ആ ക്യാരക്ടർ വെച്ചത്. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ ശ്രീനിവാസനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഫുൾ ആളുടെയാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളെന്ന് വരുന്നത് ഫീൽ ചെയ്തു. ചേട്ടൻ്റെ സ്വന്തം ഡയലോഗായിരുന്നു. അതൊന്നും ജസ്റ്റ് ഒന്ന് പറയുന്നത് വരുമല്ലോ, അവസ്ഥ വെച്ചിട്ട് അത് വന്നാലേ പറ്റില്ല. അല്ല, അത് ഞാൻ ആദ്യമായിട്ട് കഥ കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയില്ലായിരുന്നു. അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയില്ലായിരുന്നു. ഞാൻ വിനീതിനോട് പറയുകയും ചെയ്തു, വിനീത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴി വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, 5-6 പേരെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യവും വിനീത് എടാ ഇത് വർക്കാണ്, നീ എന്നെ വിശ്വസിക്കും, ഇത്ര നാളെ എന്നെ വിശ്വസിച്ചല്ലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിനെ ട്രസ്റ്റ് ചെയ്ത ക്യാരക്ടറാണ്. അത് നമുക്ക് ഇനിയൊരു വേദിയിലാണ് നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. അതിനോട് പേഴ്സണലായിട്ട് പറയാം.
അല്ല ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല. ഈ സിനിമ നല്ലതാണ്. ഷാൻസിന്റെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ്. ബിജോയുടെ മുമ്പത്തെ 2 സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു വർക്ക് ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് ബിജോ. അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എടുത്ത സിനിമയാണ്. ഇല്ല അത് ഞാൻ ചോദിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞ ഏക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അല്ലാതെ പുറങ്ങളിൽ പറഞ്ഞല്ലോ മാസനകളെല്ലാം ഒത്തിരിയായിരുന്നു അല്ല ഇത് അതാണ് പറഞ്ഞത്. സിനിമ ജനഗണമനയായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നലെ ഒരു ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റ് വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ ഭയന്ന് ഭയങ്കരമായിട്ടുള്ള സിനിമ ലൈഫ് ഒരുപാട് എക്സ്പെക്ടേഷൻ, ഒരുപാട് സർപ്രൈസുകൾ വഴി ഇനി നാളെ സിനിമ റിലീസ് ആകുമ്പോഴാണ്. അപ്പോൾ എന്താ ചേട്ടൻ പ്രേക്ഷകരോട് പറയാം? ഷാൻസ് പറഞ്ഞ ഈ സിനിമ എല്ലാവർക്കും കണക്ട് ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്, മലയാളികളുടെ പടമാണ്. ഇതിനകത്ത് അതിൻ്റെ പ്രമൈസും അതിൻ്റെ കഥയും ഈ എല്ലാം ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരിക. നാളെ ബുധനാഴ്ചയാണ് ബിജു തുറന്നത്. ബുധനാഴ്ച അങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്യാറില്ല. വേറെ പടങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത് പിന്നെ മെയ് 1 എല്ലാം വെച്ചിട്ടാണ് നാളെ റിലീസ് ചെയ്യുന്നത്. എല്ലാവരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നേരത്തെ ഡയറക്ടർ പറഞ്ഞല്ലോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് തല കുനിച്ച് ഒരു മലയാളിക്കും ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ കോൺഫിഡൻസ് നിവിൻ പോളിക്കുണ്ടോ? അല്ല പുള്ളിയുടെ പെർസ്പെക്റ്റീവ് അല്ല, ഡയറക്ടർ കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലല്ലോ ഞാൻ സിനിമ കാണാൻ. എനിക്ക് ഈ സിനിമ കണ്ട് എനിക്കൊരു തൃപ്തി കിട്ടിയിരുന്നു. രസമുണ്ടല്ലോ സിനിമ. നമ്മൾ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം മേക്കർ ക്യാമറ വർക്ക് ആണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം വളരെ രസകരമായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ബിജോയുടെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയനും നടികർന്നുണ്ടാവട്ടെ. നമ്മുടെ സിനിമയും സ്വീകരിക്കട്ടെ. ഈ 2 പടവും മലയാളി പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. അതിന്റെ